വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിത് വന്നിട്ടുള്ളത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ്. എപ്പോഴും പറയുന്നത് പോലെ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ കംപ്ലീറ്റ് കോഴ്സ്, അതായത് ജസ്റ്റ് പാസ്സായാൽ മതി, ബുക്ക് ഒന്നുപോലും തുറന്ന് നോക്കിയിട്ടില്ല, ഇതുവരെ ബുക്കിനെ പറ്റി ഒരു ഐഡിയയും ഇല്ല, എനിക്ക് പാസ്സാവണം, എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കണ്ടിരിക്കാനുള്ള ടൈമും ഇല്ല, കുറേ അധികം PDF വാരി വലിച്ച് പഠിക്കാനുള്ള ടൈമും ഇല്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബാച്ചാണ്. നമ്മുടെ 99 ആണ് നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചേക്കുക, താഴെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പാഠഭാഗവും, ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിലും അത് അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ച പോലെ ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ആക്കാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ് ഈ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്നത്. കാരണം ഈ PSC പഠിക്കുന്നത് പോലെ ആരാണ്, എന്താണ്, ആരുടെ ഭരണകാലത്താണ്, ഏത് ഇയറാണ് എന്ന് ചോദിക്കുന്ന, അങ്ങനെ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് കുറേയധികം ക്വസ്റ്റ്യൻസും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേണം എന്താണ്, ഹു വാസ് റൂളിംഗ് കുനോജ് വെൻ ഹ്യൂൻസാങ് വിസിറ്റഡ് ദി പാലസ്. അതായത് ഫോറിൻ ട്രാവലേഴ്സ്, ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള വിദേശികളായ യാത്രക്കാരുണ്ടാവും, അവരുടെ ആര് ഭരിച്ചിരുന്ന കാലത്താണ് അവർ വന്നിട്ടുള്ളത്, ഏത് ഇയറിലാണ്, അതേപോലെ തന്നെ അവർ എഴുതിയിട്ടുള്ള ഫേമസ് ബുക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആയിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 3 കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഫോറിൻ ട്രാവലേഴ്സ് ഉണ്ട്. ആൻഷ്യൻ പീരീഡിലും മിഡീവൽ പീരീഡിലും അതേപോലെ തന്നെ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ മുഗൾ ഇറയിലും വന്നിട്ടുള്ള ആളുകളുടെ പേരുകളും അവരെഴുതിയിട്ടുള്ള ബുക്സും അവരാരുടെ ഭരണകാലത്താണ് വന്നിട്ടുള്ളത് എന്നും സെപ്പറേറ്റ് ആയിട്ട് എസ്സേ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിൻ്റെ എല്ലാ മലയാളത്തിലുള്ള PDF-ഉം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്, വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ആരാണ് ഹ്യൂൻസാങ് വിസിറ്റ് ചെയ്തത്, ആരുടെ ഭരണകാലത്താണ്, ഹർഷവർദ്ധനൻ്റെ ഭരണകാലത്താണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി സെക്കൻഡ് വൺ, ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് ദി മൗര്യ ഡൈനാസ്റ്റി, ആരാണ്, ചന്ദ്രഗുപ്ത മൗര്യ. ഇനി തേർഡ് വൺ, ഹു റോട്ട് തഹ്കീഖ് ഇ ഹിന്ദ്, ആരാണ് രചിച്ചിട്ടുള്ളത് തഹ്കീഖ് ഇ ഹിന്ദ്, അൽ ബിറൂനി. ഇനി ഫോർത്ത് വൺ, ഹു ഫസ്റ്റ് ഡിസ്കവേർഡ് ബിംബേദ്ക. ബിംബേദ്കയെ പറ്റിയിട്ട് നമ്മുടെ PDF-ൽ പറയുന്നുണ്ട്. അതായത് വിഷ്ണു ശ്രീധർ വക്കാങ്കർ ആണ് ആദ്യമായിട്ട് ബിംബേദ്ക ഡിസ്കവർ ചെയ്തിട്ടുള്ളത്, കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇയറും പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കുക. ഇനി ഫിഫ്ത്ത് വൺ, ഹു ഇൻവെൻറ്റഡ് തബ്ല. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അമീർ ഖുസ്രുവിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ആരാണ് തബ്ല ഇൻവെൻറ്റ് ചെയ്തതെന്നോ അങ്ങനെ ഒന്നെങ്കിൽ അമീർ ഖുസ്രുവിനെ പറ്റിയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതാൻ, അല്ലാന്നുണ്ടെങ്കിൽ തബ്ല ഇൻവെൻറ്റ് ചെയ്തത് ആരാണ് എന്ന് എഴുതാൻ. അങ്ങനെ രീതിയിലുള്ള അമീർ ഖുസ്രുവിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടുള്ളതാണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി സിക്സ്ത് വൺ, ഹു അറ്റാക്ക്ഡ് ദി ചേരമാൻ മോസ്ക്. ചേരമാൻ മോസ്ക് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് ആരാണെന്നും അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂരും അറ്റാക്ക് ചെയ്തിട്ടുള്ളത് ആരാണ് എന്നും ഏത് ഇയറാണ് എന്നും അവർ എവിടത്തുകാരായിരുന്നു എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കണം. 1504 പോർച്ചുഗീസുകാരായിട്ടുള്ള ലോപ്പോ സൊറിയ ഡി ആൽബർഗിറിയ. ഇതെല്ലാം PDF-ൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അതാണ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ കൊടുങ്ങല്ലൂരും അതേപോലെ തന്നെ ചേരമാൻ ജുമാ മസ്ജിദും ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ചേരമാൻ ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞിട്ടോ ചേരമാൻ മോസ്ക് ആരാണ് അറ്റാക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ ആരാണ് അറ്റാക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചേരമാൻ മോസ്ക് അറ്റാക്ക് ചെയ്തിട്ടുള്ള ഇയർ സെപ്പറേറ്റ് ആയിട്ട് 1 മാർക്കിനടുത്ത് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ 1504 എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ഇനി സെവൻത്ത് വൺ, വിച്ച് ഫോർട്ട് ഈസ് കോൾഡ് ടിപ്പൂസ് ഫോർട്ട്. ടിപ്പു സുൽത്താൻ്റെ കോട്ട, ടിപ്പൂസ് ഫോർട്ട് എന്നറിയപ്പെടുന്നത് ഏത് കോട്ടയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കോട്ടയാണ്, നമ്മുടെ പാലക്കാട് കോട്ടയാണ് അല്ലേ. ഇനി എയ്ത്ത് വൺ എന്താണ്, ഹു വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഫൗണ്ടിങ് ദി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കണ്ടുപിടിക്കുന്നതിൽ അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്യുന്നതിൽ ഏറ്റവും മുൻകൈ എടുത്ത് നിന്നിരുന്നത് ആരായിരുന്നു എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത്. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വരുന്നത്. അതിന് മുൻകൈ എടുത്തിട്ടുള്ളത് ആരായിരുന്നു, ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട് ആയിരുന്നു അതിന് മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്ന കാര്യം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി സെക്ഷൻ Bയിൽ നിങ്ങൾക്ക് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതിൽ നോക്കിയാൽ 9th വൺ, വാട്ട് വർ ദി മേജർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദി മിഡീവൽ ട്രാവലേഴ്സ് ഇൻ ഇന്ത്യ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ആൻഷ്യൻ പീരീഡിൽ വന്നിട്ടുള്ള ട്രാവലേഴ്സ് ആരൊക്കെയായിരുന്നു, മിഡീവൽ പീരീഡിൽ വന്നിട്ടുള്ള ട്രാവലേഴ്സ് ആരൊക്കെയായിരുന്നു, അതേപോലെ തന്നെ മോഡേൺ എറയിൽ വന്നിട്ടുള്ള മുഗൾ എറയിൽ വന്നിട്ടുള്ള ട്രാവലേഴ്സ് ആരൊക്കെയായിരുന്നു. ഇങ്ങനെ സെപ്പറേറ്റ് ഹെഡിങ്ങിൻ്റെ താഴെ തന്നെ വന്ന ആൾക്കാരുടെ പേരും പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു എസ്സേ ആയിട്ടോ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ 2
മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കാനുള്ള ചാൻസ് അല്ല, അത് ഷുവറാണ്. ആ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും 5 മാർക്സോ അല്ലെങ്കിൽ 10 മാർക്സോ 2 മാർക്സോ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്തായാലും പഠിക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു ട്രാവലേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള യാത്രികരുടെ ആ ഒരു വിവരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ മേജർ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മെയിനായിട്ട് മധ്യകാലഘട്ടത്തിൽ വന്നിട്ടുള്ള മെഡീവൽ ട്രാവലേഴ്സിൽ വന്നിട്ടുള്ള യാത്രക്കാർക്ക് നമ്മുടെ അതിന് എക്സാമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആരൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു 2 പേരെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓരോന്നിൻ്റെയും ഓരോ കാലഘട്ടത്തിലെയും ആരൊക്കെ വന്നു എന്നുള്ളതിൻ്റെ 2 പേരെങ്കിലും ഓർത്ത് വെക്കുക. ഇപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം, വിപിൻ ബട്ടൂട്ട് അതേപോലെ തന്നെ പീറ്റർ മുണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ട്രാവലേഴ്സാണ്. അവർ മെയിനായിട്ടും ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയായിരുന്നു, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ രാഷ്ട്രീയ അസ്ഥിരതകൾ ഉണ്ടായിട്ടുണ്ട്, അപകടം പിടിച്ച യാത്രകളായിരുന്നു എന്നുള്ളതെല്ലാം നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക, ചലഞ്ചസ് ആയിട്ട് അവർ നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി 10th 1 എന്താണ്, പ്രിപ്പയർ എ ബ്രീഫ് റിപ്പോർട്ട് ഓഫ് ഹരിദ്വാർ. ഹരിദ്വാറും നമ്മൾ പഠിച്ചതാണ്. അതായത് ഉത്തരാഖണ്ഡിൽ ഗംഗാ നദിയുടെ തീരത്താണ് ഹരിദ്വാർ സ്ഥിതി ചെയ്യണത്. ഹരിദ്വാറിനെ സവിശേഷിപ്പിക്കുന്ന പേരെന്താണ്, ഗേറ്റ് വേ ടു ഗോഡ്സ് അല്ലെ, ദൈവങ്ങളുടെ പ്രവേശന കവാടം എന്നാണ് ഹരിദ്വാർ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു ഹരിദ്വാർ എന്തായിട്ടാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ആ ഒരു കീവേഡ് എന്ന് പറയുന്നത് ഗേറ്റ് വേ ടു ഗോഡ്സ് അഥവാ ദൈവങ്ങളുടെ പ്രവേശന കവാടം എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അഥവാ ഇനിയിപ്പോൾ നേരെ തിരിച്ചും ചോദിക്കാം, ദൈവങ്ങളുടെ പ്രവേശന കവാടം അല്ലെങ്കിൽ ഗേറ്റ് വേ ടു ഗോഡ്സ് എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് അല്ലെങ്കിൽ എവിടെയാണെന്ന് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെഴുതണം, ഹരിദ്വാർ എന്ന് എഴുതണം. ഓക്കെ, മനസ്സിലായോ അത്? ഇനി ഹരിദ്വാറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 5 മാർക്കാണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ലൈൻ കൂടി, അതായത് പ്രധാനമായിട്ടുള്ള സാംസ്കാരിക പൈതൃക കേന്ദ്രമാണ് എന്നുള്ളതും പിന്നെ അതേപോലെ തന്നെ 12 വർഷത്തിൽ ഒരിക്കൽ കുംഭമേളയും അതേപോലെ തന്നെ കാൻവാർ മേളയും നടക്കലുണ്ട് എന്നുള്ളത് രീതിക്കും എഴുതി വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 മാർക്കിനായതുകൊണ്ട് ആ ഒരു 2 പോയിന്റ് എഴുതിയാലും മതി. അതല്ല 5 മാർക്സിനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, 11th 1 നോക്കി, വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് തിരുച്ചിറപ്പള്ളി റോക്ക് ഫോർട്ട്. ഇതിൽ നിങ്ങൾ എഴുതേണ്ട ആ ഒരു ആൻസർ എന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ സവിശേഷത, അതായത് മതപരമായിട്ടും സാംസ്കാരികമായിട്ടുമുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ഇതിന് കണക്കാക്കുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് പ്രാധാന്യം നൽകുന്ന രീതിക്കുള്ള ഒരു റോക്ക് ഫോർട്ടാണ് എന്നുള്ളതും പിന്നെ ആത്മീയമായിട്ടുള്ള പശ്ചാത്തലത്തിലാണ് എന്നുള്ളതും നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ്, അത് നമ്മൾ പറഞ്ഞല്ലേ. ഇനി 12th 1, ബ്രീഫ്ലി നറേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കൊടുങ്ങല്ലൂർ ഭഗവതി ടെമ്പിൾ. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. എന്താണ് കൊടുങ്ങല്ലൂർ ഭഗവതി ടെമ്പിൾ, ഭഗവതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഭരണി ഉത്സവം അതേപോലെ തന്നെ അവിടുത്തെ സവിശേഷതയായിട്ടുള്ള കാവ് തീണ്ടൽ, അവിടുത്തെ സവിശേഷമായിട്ടുള്ളൊരു ചടങ്ങാണ് കാവ് തീണ്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതായത് ജാതി ഒന്നും നോക്കാതെ ജാതി ഭേദമന്യേ ദേവിയെ സേവിക്കാനുള്ള ഒരു തുല്യമായിട്ടുള്ള ഒരു ഇടം നൽകുന്ന ഒരു ടെമ്പിളാണ്, ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ പവിത്രപരമായിട്ടുള്ളതും ലൗകികമായിട്ടുള്ളതും എല്ലാം കൂടി ചേർന്ന ഒരു ടെമ്പിൾ അല്ലെങ്കിൽ ഒരു ക്ഷേത്രം എന്നുള്ള രീതിക്ക് നമുക്ക് എന്തിനു പറയാം, കൊടുങ്ങല്ലൂർ ഭഗവതി ടെമ്പിൾ എന്ന് പറയാവുന്നതാണ്. ഇനി 13th 1 എന്താണ്, ഓക്കെ 13th 1 നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണ സെറ്റ് തന്നെയാണ് കേട്ടോ. ഗീവ് എ ബ്രീഫ് നോട്ട് ഓൺ അമീർ ഖുസ്രു. കണ്ടോ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് സെക്കൻഡ് പാർട്ടിലും അമീർ ഖുസ്രുവിനെ പറ്റി ചോദിച്ചു, ഫസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യനിലും ചോദിച്ചു അല്ലേ, തബ്ല ഇൻവെൻറ്റ് ചെയ്തത് ആരാണ് എന്നുള്ളത്. അപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉള്ളൊരു ഏരിയ ആണ് ഈ അമീർ ഖുസ്രുവിൻ്റെ പറ്റിയിട്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ 13th ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാം എന്താണ്, ഡൽഹി സുൽത്താനേറ്റ് പീരീഡിലാണ്, ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ പ്രശസ്തനായിട്ടുള്ള കവിയും അതേപോലെ തന്നെ സംഗീതജ്ഞനുമായിരുന്നു, ചരിത്രകാരനുമായിരുന്നു ആരെന്ന് പറയുന്നത്, അമീർ ഖുസ്രു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ തത്ത ടൂട്ടി ഇ ഹിന്ദ് എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ. ചിലപ്പോൾ അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ആരാണെന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ തത്ത എന്നാണ്, പാരറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് എന്നും അതേപോലെ തന്നെ ഉറുദു സാഹിത്യത്തിൻ്റെ പിതാവ് എന്നുള്ള രീതിക്കും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ പേർഷ്യൻ സംഗീത പാരമ്പര്യങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തബ്ല അതേപോലെ തന്നെ സിതാർ ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഓർത്തു വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ 1 മാർക്കിനോ 2 മാർക്കിനോ അതല്ലാന്നുണ്ടെങ്കിൽ 5 മാർക്സിനും വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി 14th 1, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ഹർഷവർദ്ധൻ. ഇത് നമുക്ക് ഫസ്റ്റ്
ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂൻസാങ് ആരുടെ ഭരണകാലത്താണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതിൻ്റെ ആൻസർ ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ഹർഷവർദ്ധൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പറ്റി ഒരു ഷോർട്ട് നോട്ട്, ഒരു ബ്രീഫ് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലും എന്ത് പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യാം? നമ്മുടെ ഹ്യൂൻസാങ് വിസിറ്റ് ചെയ്തത്, ഇദ്ദേഹം ഭരിക്കുന്ന സമയത്ത് വിസിറ്റ് ചെയ്തിട്ടുള്ളതിൽ ഒരു ട്രാവലർ ആയിരുന്നു, ഒരു യാത്രികനായിരുന്നു ഹ്യൂൻസാങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 7-ാം നൂറ്റാണ്ടിൽ കുനൂജ് ഭരിച്ചിരുന്ന ഒരു പ്രമുഖനായിട്ടുള്ള ഭരണാധികാരി ആയിരുന്നു ഹർഷവർദ്ധൻ എന്ന് പറയുന്നത്. പിന്നെ ക്രിസ്തു വർഷം 629 അദ്ദേഹത്തിൻ്റെ കൊട്ടാരം സന്ദർശിച്ചു. ആര്? നമ്മുടെ ഹ്യൂൻസാങ്. അപ്പോൾ പറയുന്ന സമയത്ത് ഹ്യൂൻസാങ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരം സന്ദർശിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇന്ത്യയിലേക്ക് എത്തി എന്നതിനേക്കാളും ആ ഇയറും കൂടി ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും മാർക്ക് വീഴുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് പോവാം കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പാലക്കാട് ഫോർട്ട് ഇൻ കേരള ഹിസ്റ്ററി. കേരള ഹിസ്റ്ററിയിൽ പാലക്കാട് ഫോർട്ട്, നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയ്ക്കുള്ള പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈദരാലിയുടെ സ്വാധീനത്തിൽ 1757 പാലക്കാട് അതേപോലെ തന്നെ കോയമ്പത്തൂർ ആ ഒരു ഏരിയയിൽ മെയിനായിട്ടുള്ളൊരു കേന്ദ്രമായിട്ട്, തന്ത്രപ്രധാനമായ ആശയവിനിമയ കേന്ദ്രമായിട്ടാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയായിട്ടുള്ള പാലക്കാട് ഫോർട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ അതേപോലെ തന്നെ സാമൂതിരി ബ്രിട്ടീഷുകാരൊക്കെ അവരുടെ അധികാര തർക്കങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയായിട്ടാണ് ഈ ഒരു പാലക്കാട് ഫോർട്ട് അഥവാ ടിപ്പു സുൽത്താൻ്റെ കോട്ട കണ്ടിരുന്നത് എന്നുള്ളതും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി 16th വൺ എന്താണ്? മേക്ക് എ നോട്ട് ഓൺ വില്യം ഹോക്കിൻസ്. വില്യം ഹോക്കിൻസിനെ പറ്റിയിട്ട് ഒരു നോട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം എന്തായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്, അദ്ദേഹം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അദ്ദേഹം എന്തിലാണ് അദ്ദേഹം ഫേമസ് ആയത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? ഹെക്ടർ എന്ന കപ്പലിൻ്റെ ക്യാപ്റ്റനായിട്ടാണ് നമ്മുടെ വില്യം ഹോക്കിൻസിനെ പഠിക്കുന്നത്. ഓക്കെ, ഹെക്ടർ എന്ന കപ്പലിൻ്റെ ക്യാപ്റ്റനായിട്ട് 1608 ജെയിംസ് 1 രാജാവിൻ്റെ അംബാസഡറായിട്ട് സൂററ്റിലാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഇയർ, ആരുടെ കാലഘട്ടത്തിലാണ്, എന്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കപ്പൽ ഏതായിരുന്നു എന്നുള്ളതും അത് ഏത് കപ്പലിലെ ക്യാപ്റ്റൻ ആയിരുന്നു എന്നുള്ളതും നോട്ട് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് 1 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ജഹാംഗീർ ചക്രവർത്തി അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഖാൻ എന്നുള്ള പദവി നൽകിയിട്ടുണ്ട് എന്നുള്ളതും നോട്ട് ചെയ്ത് വയ്ക്കുക. പക്ഷേ ഇന്ത്യയിൽ ഒരു ഇംഗ്ലീഷ് ഫാക്ടറി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ള കാര്യം കൂടിയും ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അത്രയാണ് വില്യം ഹോക്കിൻസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു 2 മാർക്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇനി ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 17th ക്വസ്റ്റ്യൻ എന്താ? ക്രിട്ടിക്കലി അനലൈസ് ദി റിലീജിയസ് സിഗ്നിഫിക്കൻസ് ഓഫ് തിരുപ്പതി. റിലീജിയസ് സിഗ്നിഫിക്കൻസ് ചോദിക്കുമ്പോൾ നമുക്കറിയാം റിലീജിയസ് ഒരു സൈറ്റാണ് നമ്മൾ തിരുപ്പതിയായിട്ട് പഠിക്കുന്നത്. റിലീജിയസ് സൈറ്റായിട്ടാണ് നമ്മൾ തിരുപ്പതി പഠിക്കുന്നത്, അതിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വരുന്ന പോയിന്റ്സ് എന്തൊക്കെ നമുക്ക് എഴുതാം? ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് തിരുപ്പതി എന്നുള്ളത് എഴുതാം. അപ്പോൾ എന്തിനെ പറ്റി ചോദിച്ചാലും അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും, പിന്നെ അതേപോലെ തന്നെ എന്തിനെ ലക്ഷ്യമിട്ടിട്ടാണ്, അതായത് മെയിൻ എയിം എന്താണ് ആ ഒരു സ്ഥലം കൊണ്ട്, ആ ഒരു കേന്ദ്രം കൊണ്ട് മെയിൻ എയിം എന്താണ്? ഈ ഒരു തിരുപ്പതി എന്ന് പറയുമ്പോൾ ആത്മീയ സാഫല്യം നേടാൻ വേണ്ടിയിട്ട് അല്ലേ, നിരവധി അന്തർദേശീയ സഞ്ചാരികളൊക്കെ വരുന്ന ആത്മീയ സാഫല്യം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമായിട്ടാണ് എന്തിനെ കാണുന്നത്? തിരുപ്പതിനെ കാണുന്നത് എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഇനി ഹിസ്റ്റോറിക്കലി, ചരിത്രപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടാവർണിയർ പോലെയുള്ള സഞ്ചാരികൾ ഈ ക്ഷേത്രത്തിൻ്റെ വസ്തുവിദ്യ, അതായത് ഈ എങ്ങനെയാണ് പണിതിരിക്കുന്നത്, ആർക്കിടെക്ചറൽ സംഭവത്തിനെ പറ്റിയിട്ടും വസ്തുവിദ്യ പ്രൗഢിയെക്കുറിച്ചിട്ടും അവിടെ നിലനിന്നിരുന്ന പല രീതിക്കുള്ള ആചാരങ്ങളുണ്ടാവും, അതേപോലെ തന്നെ അവരുടെ വലിയ വരുമാനം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള യാത്രികന്മാർ എന്നുള്ളതും ഓർത്തു വെച്ചേക്കുക. പിന്നെ അതേപോലെ തന്നെ ദക്ഷിണേന്ത്യൻ ക്ഷേത്ര പാരമ്പര്യങ്ങളുടെ സമ്പന്നമായിട്ടുള്ള ഒരു സാംസ്കാരികവും അതേപോലെ തന്നെ ഭൗതികമായിട്ടുള്ള പൈതൃകവും അനുഭവിച്ചറിയാനുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് ഈ ഒരു തിരുപ്പതി എന്നുള്ളത് കൂടിയും നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ബിംബേദ്ക. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ ഷുവറാണ് ബിംബേദ്കൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ്സേയിലും ഇത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചരിത്രകാലത്തെ ആ ഒരു ഗുഹാചിത്രങ്ങളും അതേപോലെ ശിലാകലകളും പ്രശസ്തമായിട്ടുള്ള ഒരു യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായിട്ടാണ് ബിംബേദ്കനെ കാണുന്നത്. ബിംബേദ്ക കണ്ടുപിടിച്ചിട്ടുള്ളത്, ഫൗണ്ടർ ആരാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നമ്മളത് ഡിസ്കസ് ചെയ്തത് എന്നുള്ളത്. വിഷ്ണു
ശ്രീതാർ വക്കാങ്കർ എന്ന് പറഞ്ഞിട്ട് ആരാണ് ഫൗണ്ടർ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അതിലേക്കുള്ള 2 മാർക്ക് ക്വസ്റ്റ്യനും 5 മാർക്ക് ക്വസ്റ്റ്യനും എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയും നോട്ട് ചെയ്ത് വെച്ചേക്കോട്ടോ. അല്ലാതെ 2 മാർക്സിനാണ് ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ അത് അടുത്ത വർഷം 2 മാർക്സിനാണ്, അങ്ങനെ വിചാരിക്കരുത്. 2 മാർക്സിനോ 1 മാർക്കിനോ 5 മാർക്കിനോ ഒരു ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ചരിത്രാതീത കാലം മുതൽ പിൽക്കാലം വരെയുള്ള മനുഷ്യൻ്റെ പുരോഗതികൾ വ്യക്തമാക്കുന്ന തെളിവുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് എന്തെന്ന് പറയണത്, ഭിംബേത്ക എന്ന് പറയണത്. അവിടെയുള്ള ആരാണത് കണ്ടുപിടിച്ചത് എന്നും എന്തിൻ്റെ കീഴിലാണ് അത് വരുന്നത് എന്നും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായിട്ടാണ് ഭിംബേത്ക അറിയപ്പെടുന്നത് എന്നുള്ളതും ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്, 19th വൺ അല്ലേ. ഗീവ് എ ബ്രീഫ് സ്കെച്ച് ഓഫ് എഡ്വേർഡ് ടെറി. എഡ്വേർഡ് ടെറിയും ഇതേപോലെ നമ്മുടെ ഫോറിൻ ട്രാവലേഴ്സിൽ ഒരാളായിരുന്നു. 1616 സർ തോമസ് റാവോയുടെ പുരോഹിതനായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സഞ്ചാരിയായിരുന്നു ആരെന്ന് പറയുന്നത്, എഡ്വേർഡ് ടെറി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണ്? ഇപ്പോൾ മിക്ക ആൾക്കാർക്കും നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള മിക്ക ആൾക്കാർക്കും അദ്ദേഹത്തിൻ്റെ കൃതി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നമ്മളുടെ വീഡിയോസിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെഗസ്തീൻസിൻ്റെ ബുക്കാണ് ഇതെന്ന് പറയുന്നത്, ഇൻറ്റിക്ക എന്ന് പറയുന്നത്, ഫഹീൻ എഴുതിയിട്ടുള്ള ബുക്കാണ് ഫക്വോക്കി എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം ആരാണോ അവരുടെ ബുക്ക് അങ്ങനെ പഠിച്ചു വയ്ക്കുക കേട്ടോ, ഒരു ഹൈഫോൺ ഇട്ടിട്ട്. അപ്പോൾ എഡ്വേർഡ് ടെറിയുടെ ബുക്ക് ഏതാണ്, എ വോയേജ് ടു ഈസ്റ്റ് ഇന്ത്യ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതി എന്ന് പറയുന്നത്. അതിലെന്തൊക്കെയാണ്, മുഗൾ ഭരണം, അവിടുത്തെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയൊക്കെ ആയിരുന്നു, സാമൂഹിക ആചാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നൽകുന്ന ഒരു കൃതിയാണ് ഈ വോയേജ് ടു ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു വിശാലത, പിന്നെ റൂപ്പീസ് ഉപയോഗം, യാത്രക്കാർക്ക് സൗജന്യമായിട്ട് താമസിക്കാനുള്ള സരായികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളെല്ലാം നമ്മുടെ എഡ്വേർഡ് ടെറിയുടെ എ വോയേജ് ടു ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന കൃതിയിലുണ്ട് എന്നുള്ളതും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി 20ാമത്തെ നോക്കി, പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ എടക്കൽ കേവ്സ്. അത് നമ്മൾ പ്രത്യേകം കേട്ടിട്ടുണ്ടാവും, പക്ഷേ എഴുതാൻ പോയിന്റ്സ് വേണം. എന്താണ്, വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും പഴക്കമേറിയിട്ടുള്ള മനുഷ്യവാസ കേന്ദ്രമാണ് എന്നുള്ളതും, പിന്നെ പ്രധാനപ്പെട്ട പല രീതിയിലുള്ള ശിലാചിത്രങ്ങൾ ഉള്ള ഒരു കേന്ദ്രമാണ് എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ആരാണ് അതിൻ്റെ ഫൗണ്ടർ, ആരാണ് കണ്ടുപിടിച്ചത്, ഡിസ്കവർ ചെയ്തത് ആരാണ് എന്ന് 2 മാർക്സിന് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. 1896 എഫ് ഫോസറ്റ് ആണ് അത് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നും, അതേപോലെ തന്നെ മനുഷ്യരുടെ ഈ ഒരു ഗുഹാഭിത്തികളിൽ കേവ്സ് ആണല്ലോ, എടക്കൽ കേവ്സ് ആണ്, എടക്കൽ ഗുഹ അല്ലെ, അതിൻ്റെ ഉള്ളിൽ മനുഷ്യരുടെയും അതേപോലെ തന്നെ മൃഗങ്ങളുടെ പല രീതിക്കുള്ള രൂപങ്ങളും, അതേപോലെ ഈ ഒരു കദംബ, ഹൊയ്സാല രാജവംശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിഖിതങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എടക്കൽ കേവ്സിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഹൗ ഡസ് ബേക്കൽ ഫോർട്ട് ഹെൽപ്പ് ടു റീകൺസ്ട്രക്ട് ഹിസ്റ്ററി ഓഫ് കേരള. അതായത് കേരളത്തിൻ്റെ ചരിത്രം പുനഃസ്ഥാപിക്കുന്നതിൽ, റീകൺസ്ട്രക്ട് ചെയ്യുന്നതിൽ ബേക്കൽ ഫോർട്ടിൻ്റെ റോൾ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ ഈ ബേക്കൽ ഫോർട്ട്, എടക്കൽ കേവ്സ്, അജന്ത ആൻഡ് എലോറ, ഇതെല്ലാം നിങ്ങൾ ഓരോ ഷോർട്ട് നോട്ടായിട്ട് തന്നെ പ്രത്യേകം എഴുതി വയ്ക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ലാർജസ്റ്റ് കോട്ടയാണ് നമ്മുടെ ബേക്കൽ ഫോർട്ട്, ലാർജസ്റ്റ് ഫോർട്ടാണ് നമ്മുടെ ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു പ്രദേശത്തിൻ്റെ നാവിക സൈനിക ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വലിയൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ ഈ ഒരു ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്നതും നിങ്ങൾക്ക് ആ ഒരു പോയിന്റും ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഏത് വർഷമാണ്, 1650 ഈ ഒരു നിർമ്മിച്ചത് എന്നുള്ളതും, ആരാണ് ശിവപ്പ നായകാണ് നിർമ്മിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. പിന്നെ ഈ ഒരു നിർമ്മിച്ചതിന് ശേഷം 1650 നിർമ്മിച്ചതിന് ശേഷം ഈ ഒരു ഹൈദർ അലിയും ബ്രിട്ടീഷുകാരും അത് പിടിച്ചടക്കിയിട്ടുണ്ട് എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കുക. 21 എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലോ, അപ്പോൾ അതിൽ ഇത്രയും പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു തുളുനാടിൻ്റെ സാംസ്കാരികമായിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ചരിത്രകാരന്മാരെ ഏറെ സഹായിച്ചിട്ടുള്ള ഒരു പുരാവസ്തുക്കളിൽ ഒന്നാണ് ഈ ഒരു ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്നതും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ബ്രീഫ്ലി നരേറ്റ് ദി കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഓഫ് ശബരിമല. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ആ ശബരിമല അല്ലേ എന്ന് വിചാരിക്കും, പക്ഷേ പോയിന്റ്സ് കിട്ടില്ല ആ സമയത്ത്. അതിനാണ് നോട്ട് ചെയ്ത് പഠിക്കാൻ പറയണത്. ഓക്കെ, കേരളത്തിലെ വനങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പൻ്റെ പുണ്യ സങ്കേതമാണ് ഈ ഒരു ശബരിമല എന്ന് പറയുന്നത് എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു സാക്രഡ് ജോഗ്രഫി നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, പല രീതിക്കുള്ള സൈറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്, ഹിസ്റ്റോറിക്കൽ സൈറ്റ്സും അതേപോലെ തന്നെ റിലീജിയസ് സൈറ്റ്സും ഏതൊക്കെയാണെന്നുള്ളത്, അതിലാണ്
അതിലാണ് നമ്മുടെ ശബരിമല ഇൻക്ലൂഡ് ചെയ്യണത്. അതൊരു സേക്രഡ് ജോഗ്രഫി അഥവാ വിശുദ്ധ ഭൂമിശാസ്ത്രത്തിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അതേപോലെ തന്നെ മതപരമായിട്ടുള്ള ഒരു ഐക്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് നമ്മൾ ശബരിമലയെ കാണുന്നത്. ആത്മീയ സമാധാനം ആഗ്രഹിച്ചിട്ട് പല രീതിക്കുള്ള വിവിധ സമുദായങ്ങളിൽ പെട്ടിട്ടുള്ള ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 5 മാർക്കിൻ്റെ സെറ്റ് കഴിഞ്ഞു. ഇനി 10 മാർക്കാണ്, എസ്സേ ആണ്. എസ്സേയിൽ നോക്കിയേ, ബ്രീഫ്ലി ഡിസ്കസ് ദി മുഗൾ ട്രാവലോഗ്സ് ആൻഡ് ദിയർ ഡെപ്പിക്ഷൻ ഓഫ് പൊളിറ്റി, ഇക്കണോമി ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യ. അതായത് ആ ഒരു മുഗൾ ട്രാവലോഗ്സിൽ ഉണ്ടായിരുന്ന ആ ഒരു ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു എന്നുള്ളതും അതേപോലെ തന്നെ അവിടുത്തെ സംസ്കാരം എങ്ങനെയായിരുന്നു എന്നുള്ളതും സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതുമാണ് ചർച്ച ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. 10 മാർക്കിൻ്റെ എസ്സേ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എഴുതുന്ന സമയത്ത് ഓരോരോ കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ വ്യൂ അല്ലെങ്കിൽ ഇക്കോണമി, പിന്നെ അതേപോലെ തന്നെ കൾച്ചറൽ വ്യൂ, ഇത് മൂന്നും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ആ ഒരു എസ്സേയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മൂന്നും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് എക്സാമിനർക്ക് വാല്യൂ ചെയ്യുന്ന ആൾക്ക് പ്രത്യേകം അറിയാൻ വേണ്ടിയിട്ട് ഓരോരോ ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട് ഇപ്പം എന്ത് ചെയ്യുക, ഭരണ സംവിധാനം അല്ലെങ്കിൽ പൊളിറ്റി എന്ന് എഴുതിയിട്ട് ഭരണ സംവിധാനം എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് ഈ ഒരു ഭരണ സംവിധാനത്തിൽ മുഗൾ ട്രാവലോഗ്സിന് ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് എഴുതാം. എന്തെഴുതാം നമുക്ക്? ഫ്രാൻസോ ബെർണിയർ അല്ലെങ്കിൽ സെൻറ്റ് തോമസ് റാവോ പോലെയുള്ള ട്രാവലേഴ്സിൻ്റെ ആ ഒരു അക്കൗണ്ട് അവരുടെ പുസ്തകത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മുഗൾ ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ളതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ വരുന്ന ഒരു ടേമാണ് ഓറിയൻ്റൽ ഡെസ്പോട്ടിസം അഥവാ പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ മുഗൾ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഈ ഒരു പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എങ്ങനെയായിരുന്നു എന്നെല്ലാം ചിത്രീകരിച്ചത് ഈ ഒരു 2 ട്രാവലേഴ്സ്, മെയിനായിട്ടും ഈ ഒരു 2 ട്രാവലേഴ്സ് ആയിരുന്നു എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സമ്പൂർണ്ണ അധികാരമുള്ള രാജാക്കന്മാരുടെ അതായത് പീറ്റർ മുണ്ടി പോലെയുള്ള ആൾക്കാർ സാക്ഷ്യം വഹിച്ചിട്ടുള്ള പിൻഗാമികൾക്കായിട്ടുള്ള യുദ്ധം പോലെയുള്ള സാമ്രാജ്യത്തിനകത്തെ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര കലഹങ്ങളുണ്ടല്ലോ, അതിനെയെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് വരുന്നതാണ് ഇവരുടെ കൃതികൾ എന്ന് പറയുന്നത്. ആരുടെ? ഈ ഒരു ഫ്രാൻസോ ബെർണിയർ ആയാലും സെൻറ്റ് തോമസ് റാവോ ആയാലും ഈ ഒരു മുഗൾ ഭരണത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവരുടെ ബുക്സിൽ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും. പിന്നെ ഇനിയിപ്പോൾ സാംസ്കാരികമായിട്ട് ചോദിക്കുകയാണ് അഥവാ കൾച്ചറായിട്ട് സെപ്പറേറ്റ് ആയിട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. ഒരു വൈവിധ്യമാർന്ന സമൂഹമായിരുന്നു എന്നുള്ളതും. പിന്നെ അതേപോലെ തന്നെ ടാവർണിയർ ഇന്ത്യയിൽ കർശനമായിട്ടുള്ള ജാതി വ്യവസ്ഥകൾ ഉണ്ടാകും. ആ ജാതി വ്യവസ്ഥകളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ സുന്നികൾ, ഷിയാക്കൾ, അങ്ങനെ കുറച്ച് റൂൾസ് അല്ലെങ്കിൽ കുറച്ച് വിഭാഗങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള മതവിഭാഗങ്ങളുണ്ട് എന്നുള്ളതും. പിന്നെ മേജർ ഫെസ്റ്റിവൽസ് എന്തൊക്കെയാണ്, സാമൂഹിക ആചാരങ്ങൾ എന്തൊക്കെയായിരുന്നു, ഹോളി, ദീപാവലി എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരുന്നു ഈ ഒരു യാത്രാ വിവരണങ്ങൾ. പല യാത്രികരുടെയും യാത്രാ വിവരണങ്ങൾ ഈ ഒരു ഇന്ത്യയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു മുഗൾ എംപയറിനെ മുഗൾ ട്രാവലോഗ്സ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് ഈ ഒരു 23rd ക്വസ്റ്റ്യനിൽ എഴുതാവുന്നതാണ് കേട്ടോ. ഇനി 24th വൺ നോക്കി, ഇവാലുവേറ്റ് ദി ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ ഇമ്പോർട്ടൻസ്. ഇതിലാണ് നമ്മൾ പറഞ്ഞത് റിലീജിയസ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന്, ശബരിമല ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഒരു ഒറ്റ പോയിന്റ് നിങ്ങൾ എഴുതുക. ഫസ്റ്റ് തന്നെ ഇന്ത്യയിൽ ചരിത്ര പ്രധാനമായിട്ടുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തെ സംസ്കാരമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത് ഓരോ ഹെഡിങ്ങിൻ്റെ താഴെ എഴുതുക. അതായത് ഇപ്പോൾ ആൻഷ്യൻ സൈറ്റ്സ്, പുരാതന കാലത്തെ സൈറ്റ്സ് ഏതൊക്കെയായിരുന്നു എന്നുള്ളതിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? കീഴടി എഴുതാം, ഹാരപ്പ എഴുതാം, എടക്കൽ കേവ്സ് എഴുതാം, ബിംബേത്ക എഴുതാം. അപ്പോൾ ഈ 5 മാർക്കിന് എടക്കൽ കേവ്സും ബിംബേത്കയും ഒക്കെ നമ്മളിപ്പോൾ പഠിച്ചു. അപ്പോൾ അതേ പോയിന്റ്സ് തന്നെ നിങ്ങൾക്ക് ഇതിലും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് പറയണത്, ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അത് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എസ്സേ ആയിട്ടും, അതായത് അത്രയും ലെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എസ്സേ ആയിട്ടും 5 മാർക്കായിട്ടും 2 മാർക്കിന് വന്നാലും 1 മാർക്കിന് വന്നാലും എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ഓക്കെ, അങ്ങനെ എഴുതാം. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ വസ്തുവിദ്യ അടയാളങ്ങൾ എന്തൊക്കെയായിരുന്നു, ആർക്കിടെക്ചറൽ ലാൻഡ്മാർക്സ് ആയിട്ട് നമുക്ക് എന്തെഴുതാം? താജ്മഹൽ, അതേപോലെ തന്നെ റെഡ് ഫോർട്ട്, ഹംപി എന്ന് പറയുമ്പം നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എന്തെഴുതാം? ഹംപി എഴുതാം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇസ്ലാമിക്, അതേപോലെ തന്നെ പേർഷ്യൻ, ഹിന്ദു പാരമ്പര്യങ്ങളൊക്കെ തമ്മിലുള്ള സാംസ്കാരിക സമന്വയത്തെയും അത് കാണിക്കുന്നു എന്നുള്ള രീതിക്കും എഴുതാം. ഇനി റിലീജിയസ് ആയിട്ടുള്ള സൈറ്റ്സ് നോക്കുകയാണ് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള
ആയിട്ടുള്ള ഹബ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമൃത്സർ, ബോധ് ഗയ എന്നുള്ളതെല്ലാം നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതെല്ലാം ആത്മീയ പൈതൃകം കണക്കാക്കുന്നു അല്ലെങ്കിൽ തെളിയിക്കുന്നു എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻസ് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ കൺസർവേഷൻ കൂടിയും അത് സംരക്ഷിക്കേണ്ട കടമ കൂടിയും നമുക്കുണ്ട് എന്നുള്ളത് കൂടിയും ജസ്റ്റ് ഒന്ന് മെൻഷൻ ആക്കിയേക്കാം അവസാനത്തെ പോയിന്റ്സിലായിട്ട്. കാരണം അതായത് ഹിസ്റ്റോറിക്കൽ കൺസർവേഷൻ എന്നുള്ളത് സെപ്പറേറ്റ് ഒരു എസ്സേ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ കൺസർവേഷൻ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ASA ഒക്കെ പഠിച്ചു അല്ലേ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അതിൻ്റെ ചിലപ്പോൾ ഒരു 1 മാർക്കായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്താണ്, അല്ലെങ്കിൽ ASIൻ്റെ ഫുൾ ഫോം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ കൺസർവേഷന് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഹെറിറ്റേജ് ഗ്രേഡിങ്, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 നാഷണൽ ലെവലാണ് ഗ്രേഡ് 1 വരുന്നത്, ഗ്രേഡ് 2 വരുന്നത് റീജിയണൽ ലെവലാണ് എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അതെല്ലാം 2 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് തുറന്ന് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തേക്കുക ഒരു ഷോർട്ട് ക്ലാസ്സിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ 1 മണിക്കൂറാണ് ക്ലാസ് വരുന്നത്. ആ 1 മണിക്കൂർ കൊണ്ട് എന്തൊക്കെയാണോ എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള PDF എക്സ്പ്ലെയിൻ ചെയ്യണ ഒരു ക്ലാസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്തേക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് സെക്ഷനിലും നമ്പർ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ക്ലാസ് എങ്ങനെയുണ്ട് എന്നുള്ളതും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ താങ്ക്